ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വർഷം മുഴുവനും പൂ തരുന്ന യാതൊരു കെയറും വേണ്ടാത്ത ഒരു നല്ല ചെടിയെക്കുറിച്ചാണ്. ഇതിന് ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ ഇതിനെ ചിലർ തിരുഹൃദയ പുഷ്പം എന്നൊക്കെ പറയാറുണ്ട്. കാര്യം ഒരു ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു സെപ്പൽ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ തുള്ളി പോലെ ഇതിന് മുട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു രക്തത്തുള്ളി നിൽക്കുന്ന പോലെ ഒരു ഫീലാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വരുന്നത്. എന്തായാലും ശരി തന്നെ, യാതൊരു പരിചരണവും വേണ്ടാത്തൊരു ചെടിയാണ് ഇത്. മഴ വെയിൽ എന്നൊന്നുമില്ല, ഒരു വർഷം മുഴുവനും നമുക്ക് പൂ തരുന്ന ഒരു നല്ലൊരു ചെടിയാണ്. ഞാനിതിപ്പോൾ നിലത്താണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ചെടി കിട്ടിയിട്ട് ഏകദേശം ഒരു 15 വർഷമെങ്കിലും ആയി കാണുമായിരിക്കും. ഞാൻ ഇത് പ്രത്യേകിച്ച് ഇതിന് വെള്ളം പോലും ഒഴിക്കാറില്ലെന്നുള്ളതാണ് സത്യം. കാര്യം ഒരു മാവിൻ്റെ ചുവട്ടിലാണ് ഞാനിത് നട്ടേക്കുന്നത്. അത് പ്രത്യേകിച്ച് കായ്ഫലമൊന്നും തരാത്ത മാവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് അതിലേക്ക് കയറി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നട്ടേക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല വലിയ എന്താ പറയുന്ന ഒരു വലിയൊരു മരം പോലത്തെ രീതിയിലാണ് ഇത് കിളിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റൂട്ടൊക്കെ നല്ല ആഴത്തിൽ പോയിരിക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ വലിയ ആവശ്യം വരുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചെടി കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ വളത്തിൻ്റെ ആവശ്യം അങ്ങനെ തോന്നാറുമില്ല, വെള്ളം അങ്ങനെ ഒഴിക്കാറുമില്ല. പിന്നെ ഇതും എപ്പോഴും പൂ തരുന്നെങ്കിലും നമ്മുടെ മഴക്കാലത്ത് ഇച്ചിരി കൂടെ കൂടുതൽ പൂ തരാറുണ്ട് ഈ ചെടി. ഇത് മിക്കവാറും ഒക്കെ ഒരു സെമി റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ പൂ വരുന്നത്. എന്നിട്ട് അതിങ്ങനെ ആ റൗണ്ട് മുഴുവനും ഇങ്ങനെ പൂ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ പൂ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നടുക്കുള്ള ആ ചുമന്ന പൂ പൊഴിഞ്ഞു പോയാലും ഇതിൻ്റെ ചുറ്റുഭാഗമുള്ള ആ പൂ വരുന്ന ഭാഗം, അതായത് സെപ്പൽ എന്ന് പറയും, ആ ഭാഗം കുറേ നാൾ നിൽക്കും. ഏകദേശം 2 മാസത്തോളമൊക്കെ നിൽക്കും. പിന്നെ അതങ്ങ് കരിഞ്ഞു പോവുക ചെയ്യുന്നത്. പൊതുവെ എല്ലാവരും പറയുന്നത് ഈ പൂ കഴിയുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പുതിയ തളിർപ്പ് വന്നിട്ട് പുതിയ പൂ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്ര ഹൈറ്റ് പോയേക്കുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ പൂ നല്ല രീതിയിൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം, ഇഷ്ടംപോലെ പൂക്കളും ചിത്രശലഭങ്ങളും വണ്ടുകളും ഒക്കെ വരാറുണ്ട്. ചെറിയ തേൻകുരുകളും വരാറുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അതെല്ലാം പറന്നുപോയി. പിന്നെ ഇപ്പം ഇഷ്ടംപോലെ തേനീച്ചകളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് കണ്ണിന് ആനന്ദകരമായ ഒരു കാഴ്ചയാണിത്. എല്ലാവരും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഒരുവിധം മൂത്ത തണ്ട് നോക്കി നട്ടാൽ മതി. ഇനി അതല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ തൈകൾ ഇങ്ങനെ കിളിച്ചു വരും വേരോടുകൂടി. അത് മാറ്റി നട്ടാലും നമുക്ക് ഇഷ്ടം പോലെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഇപ്പം ചെറിയൊരു തണ്ട് നട്ടാണ് ഈ മാവിൻ്റെ ചുറ്റും വട്ടത്തിലങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ്. അതിൽ നിന്ന് തന്നെ പുതിയ തൈകളിങ്ങനെ വന്ന് അതും ഈ മെയിൻ തടിയോട് ചേർന്ന് ഇങ്ങനെ വലിയൊരു ബുഷായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഇത് പിന്നെ ഇതുപോലെ എളുപ്പം നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. നമുക്ക് അപ്പോൾ അതുവഴി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.